എല്ലാരും പ്രിപ്പയർഡ് ആണോ ഇന്നത്തെ വർക്ക്ഔട്ട് ഡേ സെഷന് വേണ്ടിട്ട്? ആർ So, യു ഓൾ വെൽ പ്രിപ്പയർഡ്? ചാറ്റിൽ പറഞ്ഞേ, എല്ലാരും പ്രിപ്പയർഡ് ആണോ? ധ്യാൻ വീഡിയോ ഓൺ ചെയ്തിടാ. നസിയ, യെസ്. yes. ഞാൻ കണ്ടു അവിടെ എന്തോ കഴിക്കുന്നത്. അത് ഹർഷയായിരുന്നല്ലേ? യെസ്. കഴിക്കില്ലായിരുന്നോ? എന്താ കഴിച്ചേ? നൂഡിൽസ് ആണോ? ഓ, ആണോ സ്പൂണിൽ കോരി കഴിക്കുന്നേ? Say, I'm ഏ, coffee at കോഫി സ്പൂണിൽ കോരി കുടിക്കോ? spoon la straw la. ഓഹ്, ഓക്കെ. കോഫിയൊക്കെ സ്ട്രോയിൽ കുടിക്കുള്ളൂ അല്ലേ, വലിയ കുട്ടിയെ? ആ, നസിയ, ഹാരതി, റിസ്വാൻ, ആവന്ത് വീഡിയോ ഓൺ ചെയ്തിടാ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. ഹായ് അഭിറാം, സനിക, പാർവതി, ആൻലിൻ. ആൻലിൻ അല്ലേ? അല്ലേ, കറക്റ്റ് അല്ലേ? ഓക്കെ, യെസ്. ഷിഫ, എല്ലാരും വീഡിയോ ഓൺ ചെയ്തിടാ. ഓൾ ഓഫ് യു. യെസ്, ഹായ്. വീഡിയോ ഓൺ ചെയ്യൂ, വീഡിയോ ഓൺ ചെയ്യൂ. എല്ലാരും വീഡിയോ ഓൺ ചെയ്ത മക്കളെ. എന്ത് കഴിച്ചു വൈകിട്ട് ഒന്ന് പറഞ്ഞേ ചാറ്റില്. ഓക്കെ, ഓക്കെ നസിയ, ഓക്കെടാ. യെസ്, ചാറ്റ് ബോക്സിൽ പറഞ്ഞേ എല്ലാരും എന്ത് കഴിച്ചു ഇന്ന് ഈവനിങ്. എല്ലാരും പറഞ്ഞേ നോക്കട്ടെ. അരി വറുത്തത്. ഓക്കെ, പറഞ്ഞേ പറഞ്ഞേ. എന്താ കഴിച്ചേ? എന്ത് കഴിച്ചു, എന്ത് കുടിച്ചു? ഓക്കെ, കേക്ക്, പഴംപൊരി. ഉം. എന്ത് കഴിച്ചു എന്ന് പറഞ്ഞേ ഈവനിങ് സ്നാക്ക് ആയിട്ട്? കോഫി വിത്ത് ബൺ മസ്ക. ഓ, ബനാന. ഞാൻ രാവിലെ ഒരു ബനാന കഴിച്ചിട്ടാ പോയെ. പറഞ്ഞേ എല്ലാരും പറഞ്ഞേ നോക്കട്ടെ. പാർവതി എന്ത് കഴിച്ചു മോളെ? ഞാൻ വൈകിട്ട് അങ്ങനെ കഴിക്കാറില്ല. എന്താ, ഓ ബ്യൂട്ടി ഒന്നുമില്ല. ബോൺ പോയാലോ എന്ന് പേടിച്ചാണോ? അല്ല. ആൾക്ക് ബ്യൂട്ടി ബോൺ ഉണ്ട് ഇവിടെ, അപ്പൊ അത് പോയാലോ എന്ന് പേടിച്ചിട്ടാണോ? ഈ ഈ അതെനിക്ക് ബോണിന് ഇഷ്ടമല്ല. ഈ ബോണിന് നമ്മൾ പറയുന്നതാണ് ബ്യൂട്ടി ബോൺ. ആണ്ടാണ് അതെനിക്ക് ഷിഫ ഇഷ്ടമല്ല. എന്നെ കാണിക്കുന്നത് എനിക്ക് ബ്യൂട്ടി ബോൺ ഉണ്ടെന്ന് പറഞ്ഞ്. മതി മതി, എല്ലാരും കാണിക്കട്ട. എനിക്കില്ലടാ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് വണ്ണം വെച്ചപ്പോ ആക്ച്വലി പോയി. ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നിടം വരെ നല്ല സ്ലിം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ണം വെക്കണം എന്ന്, ലൈക്ക് നമ്മൾ ഈ മറ്റേ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ കാണില്ലേ ചില ട്രാൻസിഷൻ വീഡിയോസ്, അതുപോലെ ഞാൻ ഒരുപാട് ലൈക്ക് വണ്ണം വെക്കണം എന്ന് ആഗ്രഹിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് 18 kgs കൂട്ടി. യെസ്, ഞാൻ 42 kg ആയിരുന്നു കോളേജ് ഫസ്റ്റ് ഇയർ വരെ. ആൻഡ് കോവിഡിന്റെ ടൈം ആയിരുന്നല്ലോ അത് കഴിഞ്ഞ്. അപ്പൊ കോവിഡിന്റെ ടൈം ആയിരുന്ന സമയത്ത് ഞാൻ വണ്ണം വെക്കണം എന്ന് പ്ലാൻ ചെയ്ത് 18 kgs ഞാൻ കൂട്ടി. വർക്ക്ഔട്ട് ചെയ്തു, ഡയറ്റ് ഒക്കെ അങ്ങനെ നോക്കി 18 kgs കൂട്ടി 60 kg ആയി. ഇപ്പം ആ ഒരു 60 kg ഒക്കെയാ. അപ്പം 60 kg ആയ സമയത്ത് ഞാൻ കോളേജിൽ കോവിഡ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ട് ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല. ഒരു എന്റെ മീൻസ് ഫേസിന്റെ ഷേപ്പ് മാറിപ്പോയി. കാരണം എന്റെ ഫേസ് ലൈക്ക് സ്ലിം ആയിരുന്ന സമയത്ത് ഇങ്ങനെ കവളൊന്നും ഇല്ല, ഭയങ്കര ഒട്ടിയിട്ട് ഭയങ്കര നീണ്ട മുഖമായിരുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു റൗണ്ട് പോലല്ലേ, അപ്പം ഷേപ്പ് കംപ്ലീറ്റ് മാറി. അപ്പൊ ഫിസിക്കും മാറി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും കോളേജിൽ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് നമ്മൾ മാസ്ക് കൂടി ഇട്ടിട്ടാ പോകുന്നത്, മാസ്ക് ഊരി കാണിച്ചിട്ട് മനസ്സിലാവുന്നില്ലടാ ആർക്കും. അങ്ങനെ എന്റെ ഒരു ട്രാൻസിഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓഹോ, താങ്ക് യു ഷിഫ. ഈ സ്റ്റില്ല് പറയുന്നത് പണ്ടത്തെ കണ്ടിട്ടില്ല, അതുകൊണ്ടാ. പണ്ടത്തെ ഒരു കോലുണ്ട്. ഓക്കെ, എല്ലാരും വീഡിയോ ചെയ്തു മക്കളെ. ശ്വേത, റിസ്വാൻ, ഹവൻ, ജോ. ഇന്ന് നമുക്ക് ഓറൽ ടെസ്റ്റ് ആണ്, നിങ്ങക്ക് വൈവയാണ്, വൈവ. ഓക്കെ അല്ലെ? ജേക്കബ് ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ധ്യാൻ നേരത്തെ മാം ഇവിടെ തുടങ്ങിയായിരുന്നു എടുക്കാനായിട്ട്. മാം ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് ഇടിമിന്നലും കറണ്ടും ഒന്നും ഇല്ല, അതുകൊണ്ട് ക്യാമറ ഓണാക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. ജോ എവിടാ മോനെ, നിന്റെ നാട് ഏതായിരുന്നു? കേരളമായിരുന്നു മാം. ഇപ്പം ബീഹാറിൽ അമ്മയ്ക്ക് ഇവിടെ ടീച്ചർ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇപ്പം ഭയങ്കര മഴ. ഓക്കെ 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 ഓക്കെ, യെസ്. വീഡിയോ ഓൺ ചെയ്തേ, എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. അഭിറാം, അവൻ, നവജുൻ, പിത.
നസിയ, റിസ്വാൻ, ജോ. ഓക്കെ, ജോ വേണ്ട. ഓക്കെ, മോഹിത്. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. യെസ്, ഞാൻ നേരത്തെ ജോയിൻ ആയല്ലേ. ഞാൻ കണ്ടായിരുന്നു നീ ജോയിൻ ചെയ്തിട്ട് ഇതെന്താ ആരും ഇല്ലാത്തതെന്ന് നോക്കിയിരിക്കുന്നത്. മാം എനിക്ക് ക്യാമറ ഓൺ ചെയ്യാൻ കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ട്, അത് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓൺ ചെയ്താൽ പോരെ? ഓക്കേടാ, ഓക്കെ ഓക്കെ. ബാക്കി എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. ഓ, മോഹിത് ഇന്നും കറണ്ട് ഇല്ല. ഓക്കെ മോനെ. മാത്യു എന്തിയെ കാണുന്നില്ലല്ലോ. ബാക്കി എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. അവൻ, നവജോത്, റിസ്വാൻ. അത് മക്കളെ, ഇന്ന് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമും ഉണ്ടടാ. സോ ഇന്ന് നിങ്ങൾക്ക് വൈവ റിട്ടേൺ എക്സാം രണ്ടും ഉണ്ട്. ഓക്കെ, വൈവേ ഉണ്ട്, റിട്ടേൺ എക്സാം മാം ഉണ്ട്. സന്തോഷായില്ലേ? അത് പറഞ്ഞോളൂ. ആക്ച്വലി മൈക്കും വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല, ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലെന്നോ? പിന്നെ നീ എങ്ങനെ സംസാരിക്കുന്നേ? അതല്ല, എപ്പോ ഓൺ ആക്കാൻ പറ്റില്ല, ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്, അതാണ്. ഓ, ഓക്കെ ഓക്കെ. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ സംസാരിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, യെസ്. ആര്യദേവ്, എന്ത് പറ്റി നീ വൈകിയത്? താമസിച്ചല്ലോ ആര്യദേവ്. എന്ത് മോനെ വൈകിയത്? എന്താ വൈകിയെന്ന് ചോദിച്ചപ്പോ ലേറ്റ് ആയി പോയിരുന്നു. നന്നായി. എടാ, ഞാൻ റീസണ് ചോദിച്ചേ. നിങ്ങൾ നല്ല രസമുണ്ടല്ലോ. ഒരാൾ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുന്നു മിസ് എന്റെ മൈക്ക് വർക്കാവില്ല. ഒരാൾ എന്താ വൈകിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ലേറ്റ് ആയി പോയത്. കൊള്ളാം, നല്ല വൈബ് പിള്ളേരാ. ആഹാ, ഹന ഇന്ന് കാറിൽ ഇറങ്ങിയല്ലോ. റിട്ടേൺ എക്സാം ആയിട്ടാണോ? ചായ കുടിക്കാൻ നിർത്തിയതാ. ചായ കുടിക്കാൻ നിർത്താന്നോ? നിർത്തിയതാ. അപ്പൊ ട്രാവലിംഗ് ആയിരുന്നു. ഓ, ഇപ്പഴും ട്രാവലിംഗ് ആണ്. വട്ടവടയിൽ നിന്ന് എത്തിയില്ലേ വീട്ടില്? ആ വട്ടവട എത്തി. പാസ്പോർട്ട് റീവണിങ് ചെയ്യാൻ പോയതാ. ഓക്കെ ഓക്കെ. ഇനി എവിടെ പോവാ? നീ വീട്ടില്? അല്ല, പാസ്പോർട്ട് ഒക്കെ മേടിച്ചിട്ട് എവിടെ പോവാ? തൃശ്ശൂര്. പാസ്പോർട്ട് മേടിച്ചിട്ടോ? റിന്യൂ ചെയ്തിക്ക. അതാ ഞാൻ ചോദിച്ചത്, എവിടെയെങ്കിലും പോവാൻ പ്ലാൻ ഉണ്ടോ? പാസ്പോർട്ട് ഒക്കെ റിന്യൂ ചെയ്ത്. നീ വീട്ടിക്ക. പാസ്പോർട്ട് റിന്യൂ ചെയ്ത് ചോദിച്ചപ്പോ തൃശ്ശൂര് പോവാൻ. അയ്യോ, എനിക്ക് വയ്യ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇനി ഇത് കഴിയുമ്പം എന്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞു ചിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പക്ഷെ ഉണ്ടല്ലോ, ചില ക്ലാസ്സിൽ ലൈക്ക് നമ്മൾ കയറി കഴിയുമ്പോ ചില കുട്ടികളുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും. പ്രത്യേകിച്ച് GCC കുട്ടികൾ, ചില കുട്ടികൾ ചില ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ ഒരു 2 കുട്ടികളെ കാണുള്ളൂ. അവരീ പറഞ്ഞ പോലെ അവരൊന്നും മിണ്ടില്ല, അവർ ഡൗട്ടും ചോദിക്കില്ല. ഞാനും ഇതെന്ത് ഇവരെ സംസാരിക്കാത്തതെന്ന് ഓർത്ത് ലൈക്ക് അങ്ങനെ ചിലപ്പം ഫ്രീസ് ആയിട്ട് പോകുന്ന ചില ക്ലാസ്സുകളുണ്ട്. പക്ഷെ എനിക്ക് അതിൽ ഇങ്ങനെ നിങ്ങൾ ഡൗട്ട് ഒക്കെ ചോദിച്ച് ഇങ്ങനെ എൻഗേജ് ആയിട്ട് പോകുന്നതാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്കിത് തുടങ്ങാം. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട സമയമല്ലേ, ഞാൻ നല്ല റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണേ. ഓൾ ഓഫ് യു പ്ലീസ് ടേൺ ഓൺ ദ വീഡിയോ. Okay. So I'm welcoming all of you to 90 Plus Double Power Tuition, World's Best Learning Assurance Model. So today is the day 3 workout session. So today we have the written exam and like the oral test also. Okay. So I'll be showing the questions and I'll give you some time to write the answers in the note. Okay. So note le എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം തരാം. ആ സമയത്ത് നിങ്ങൾ നോട്ട്ബുക്കിൽ ആൻസർ വേഗം ചെയ്യുക ആൻഡ് കിട്ടുന്ന ആൻസർ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഞാൻ ഇതിൽ നിന്ന് റാൻഡം ആയിട്ട് ആളുകളെ വിളിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഓക്കെ, സോ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പാറ്റേൺ പോകുന്നത്. ഓക്കേടാ, അപ്പോ ഞാൻ സ്ലൈഡ് പ്രസന്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് എ സെക്കൻഡ്, എല്ലാവരും പെട്ടെന്ന് റിവൈസ് ചെയ്തു. ഇന്നലത്തെ പ്രൂഫ് ഒക്കെ പഠിച്ചില്ലേ? നമ്മൾ പഠിച്ച പ്രൂഫ് ഒക്കെ കുറെ നേരം എടുത്ത് നമ്മൾ പഠിച്ചതാ. ഓക്കെ, ലാസ്റ്റ് 30 മിനിറ്റ്സ് ആയിരിക്കും കേട്ടോ നമ്മുടെ റിട്ടേൺ എക്സാം വരിക. ഓക്കെ, ആൻഡ് റിട്ടേൺ എക്സാം ഒരു ഗൂഗിൾ ഫോം ത്രൂ ആയിരിക്കും. നിങ്ങൾ അതിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഡേ 3 വർക്കൗട്ട് സെഷൻ. ഓക്കെ, എല്ലാവർക്കും സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ,
അപ്പോ ഇന്നലെ നമ്മുടെ എക്സാം ഇട്ടപ്പോ കുറെ പേർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫുൾ മാർക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവരെ ഞാനൊന്ന് കൺഗ്രാറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഒരു കാര്യം, നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ആർക്ക് പറയാം? ലൈക്ക് ഇന്നലെ പഠിച്ച കാര്യത്തിന്റെ സമ്മറി എനിക്ക് കേൾക്കാനുണ്ട്. അപ്പൊ അത് ആർക്ക് പറയാം സമ്മറി ഇന്നലെ പഠിച്ച കാര്യങ്ങളുടെ? മുഹമ്മദ് റസിൻ ഒന്ന് പറഞ്ഞ മോനെ, ഇന്നലെ എന്തൊക്കെയാ പഠിച്ചേ? ഇന്നലെ നമ്മള് എന്തൊക്കെ പഠിച്ചു? ഇറാഷണൽ പ്രൂവ് എന്തൊക്കെ പഠിച്ചു. ആ, ഇറാഷണൽ Prove. നമ്പർ പ്രൂവ് ചെയ്യുന്നത് പഠിച്ചു. ഓക്കെ, പ്രൂഫ് പഠിച്ചു. പിന്നെ പിന്നെ എന്ത് പിന്നെ പഠിച്ചു? ഉം. എന്ത് പഠിച്ചു? രണ്ട് സൈഡ് സ്ക്വയർ ഒക്കെ ചെയ്യാൻ പറ്റും. രണ്ട് സൈഡും സ്ക്വയറിങ് ചെയ്യാൻ പഠിച്ചോ? അതെന്ത് സാധനടാ? അതെങ്ങനെ നമ്മൾ പഠിച്ചേ? അല്ല അത് റോങ് തെറ്റി. ആ, നമ്മള് എന്തുട്ടാ ആൻസർ കറക്റ്റ് ഫോമിൽ എഴുതാൻ പഠിച്ചു. ഓക്കെ ഓക്കെ. റിസ്വാൻ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേ, നമ്മൾ എന്താ പഠിച്ചേ? റിസ്വാൻ റിസ്വാൻ യെസ് മിസ്. ആ, എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? പ്രൂവ് മറ്റേ √5 പ്രൂവ് ചെയ്യാൻ പഠിച്ചു. ആ, √5 എന്ത് പ്രൂവ് ചെയ്യാൻ? √5 എന്താന്ന് പ്രൂവ് ചെയ്യാനാ പഠിച്ചേ? ഇപ്പോ മറ്റേ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. ഓക്കെ, ദെൻ ഏഹ് എന്ത് പഠിച്ചു? എന്ത് പഠിച്ചേ? എന്തടാ? ഓക്കെ, നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. ജേക്കബ് എന്താ പഠിച്ചേ? പറഞ്ഞ മോനെ. നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് ഒക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. പിന്നെ അത് പ്രൂവ് ചെയ്ത ആൻസർ ശരിയാണെന്നാണെങ്കിൽ നമ്മൾ ബോത്ത് സൈഡും സ്കോർ ചെയ്യാനുള്ളതും പഠിച്ചു. ഉം. ഓ, അതാണ് റെസിൻ സ്ക്വയറിംഗ് എന്ന് ഉദ്ദേശിച്ച അല്ലേ? ഓക്കെ മോനെ, ഓക്കേടാ. ആ, ഓക്കെ, പിന്നെ പിന്നെ പിന്നെന്ത് പഠിച്ചേ? എത്ര പ്രൂഫ് പഠിച്ചു ഇന്നലെ നമ്മള്? പ്രൂഫ് പഠിച്ചായിരുന്നു. എത്ര എണ്ണം പഠിച്ചടാ? ഒരെണ്ണം ഉം. എത്ര പ്രൂഫ്, എത്ര ക്വസ്റ്റ്യൻ ചെയ്തു ഇന്നലെ? ക്വസ്റ്റ്യൻ എണ്ണണോ? ആ, ഇന്നലെ എത്ര എണ്ണം പഠിച്ചു എന്ന്, എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? ഓക്കെ, അപ്പൊ നമ്മുടെ ഡേ 3 വർക്കൗട്ടിലോട്ട് പോവാം. അപ്പൊ ഇന്നലെ നമ്മൾ എത്ര പ്രൂഫ് പഠിച്ചു? എനിക്ക് തോന്നുന്നു 3 പ്രൂഫാ പഠിച്ചല്ലേ? 3 അല്ലേ? അല്ലേ? 2 വലിയ പ്രൂഫും ഒരു ചെറിയ പ്രൂഫും അല്ലേ? ഗൗതം, നമ്മൾ ഇന്നലെ അത്രയല്ലേ പഠിച്ചുള്ളൂ? ഗൗതം പറഞ്ഞേ, ആണോ? ഗൗതം മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. ഞാനാണ്. ആ, അതെ അതെ അതെ, ഗൗതം. എന്തൊക്കെ പഠിച്ചു നമ്മൾ? എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? 3 എണ്ണം. ഓക്കെ ഓക്കെ. പഠിച്ചു എന്നിട്ട് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തോ ഇന്നത്തേക്കിന്? ഞാൻ ഡേ 1 ഡേ 2 ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഓക്കെ ഓക്കെ. ഇന്നലത്തേത് പ്രിപ്പയർ ചെയ്തോ നന്നായിട്ട്? ആ ആ, ഓക്കെ ഓക്കെ. 4 ക്വസ്റ്റ്യൻസ് പഠിച്ചല്ലേ? സോ നമ്മൾ ഇന്നലെ 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അപ്പൊ നമുക്ക് എന്താ വർക്കൗട്ട് സെഷനിലോട്ട് പോവാം. അപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് കാണിക്കും, നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ അതിന്റെ ആൻസർ എഴുതുക, എന്നിട്ട് ചാറ്റ് ബോക്സിൽ നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യുക. ആൻഡ് അപ്പൊ ഞാൻ അതിൽ നിന്ന് റാൻഡം ആയിട്ട് ഒരാളെ വിളിക്കും. അവര് ക്വസ്റ്റ്യൻ ഫസ്റ്റ് റീഡ് ചെയ്യണം, ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണം, ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായോ? ലൈക്ക് എങ്ങനെയാണോ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നത് അതേപോലെ യു ഹാവ് ടു എക്സ്പ്ലെയിൻ എവറിഥിങ് ലൈക്ക് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. Okay, I hope it's clear for all of you. So let's begin the class, okay? Okay, da. So this is the first question. Okay, so this is the first question. So എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കിയേ. നമ്മൾ പഠിച്ചതാണ് ഇത്. ഏത് ക്ലാസ്സിലാണ്? ഐ തിങ്ക് വി ഹാവ് ലേൺ ദിസ് ഇൻ ദ ഡേ 1. സോ ഡേ 1 മിസ് ആയവർക്ക് ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല. ബാക്കി എല്ലാവരും ഒന്ന് ചെയ്തേ. എല്ലാവരും ചെയ്തിട്ട് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഒന്ന് കമന്റ് ചെയ്തേ. ഓൾ ഓഫ് യു എല്ലാവരും കമന്റ് ചെയ്തേ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ.
എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ നസിയ, ഓക്കെ അൽക്ക, എല്ലാരും ചെയ്തേടാ, എല്ലാരും കമന്റ് ചെയ്തേ. So, എല്ലാരും കമന്റ് ചെയ്തേ. ഓക്കെ ഫിദ, ഫിദയില്ലേ ക്ലാസ്സില്? ഫിദ ഹലോ യാ ആ മോളെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാ, ദെൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാ, ദെൻ ആൻസർ പറയാ. യെസ് ഫിദ പറഞ്ഞോളൂ. ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത മോളെ. assertion 6 raised to n ends with the digit 0 where n is a natural number, and reason is any number ends with digit 0 if its prime factor prime factor is of the form 2 raised to n into 5 raised to n where m and n are natural numbers. ഓക്കെ ക്വസ്റ്റ്യൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തേടാ. Ma'am, assertion പറഞ്ഞോളൂ. അസെഷൻ എന്താ പറയുന്നേ? മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തോ, കുഴപ്പമില്ല. മലയാളമാണോ ഇംഗ്ലീഷ് ആണോ കംഫർട്ടബിൾ ഏത് വേണേലും യൂസ് ചെയ്യാം. ഓക്കെ യെസ് പറഞ്ഞോളൂ, വേഗം പറഞ്ഞേടാ. ഓക്കെ ഓക്കെ അഞ്ജു. ഫിദ, ഫിദ കേൾക്കുന്നുണ്ടോ? മാം എന്റെ വോയിസ് കേൾക്കുന്നില്ലേ? ഇല്ല പറഞ്ഞേടാ, എക്സ്പ്ലെയിൻ ചെയ്തേ. മാം 6 raised to n ends with this digit 0 of a natural number. Hello ma'am. കേൾക്കാം പറഞ്ഞോ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഒരു ഡിജിറ്റ് 0 എന്തോ 0യിൽ എൻഡ് ചെയ്യുന്നുണ്ടെങ്കില് അതിന്റെ പ്രൈം ഫാക്ടർ മസ്റ്റ് ബി മേ ബി 2 or 5 ആയിരിക്കും. ഓക്കെ അത് റീസൺ. അസേഷൻ എന്താ മോള് പറയുന്നേ? മാം ട്രൂ ആണോ ഫോൾസ് ആണോ? അല്ല, അസേഷന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? അസേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ മലയാളത്തില്. assertion 6 raised to n ends with the digit 0 അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഓക്കെ ആൻഡ് ആൻസർ ഏതാ മോളെ ഇതിനകത്ത്? ആൻസർ ഏതാ ഇതാ? മാം എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാത്തോണ്ടാട്ടോ. കുഴപ്പമില്ല ആൻസർ പറഞ്ഞേടാ. ഡി മാം. ഓക്കെ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഓക്കെ ഓപ്ഷൻ ഡി അസേഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ് ആൻഡ് റീസൺ എന്ന് പറയുന്നത് ട്രൂ ആണ്. അസേഷൻ എന്തുകൊണ്ടാണ് ഫോൾസ് ആയത്? വൈ അസേഷൻ ഈസ് ഫോൾസ്? എന്നോടാണോ? അതെ ഫിദ സെയിം. അസേഷൻ എന്തുകൊണ്ട് ഫോൾസ് ആയി? ഓക്കെ ജോ മോളെ കുഴപ്പമില്ലടാ. ഓക്കെ വെരി ഗുഡ്. ജോ മൈക്ക് ഓൺ ചെയ്തേ. ജോ മൈക്ക് ഓൺ ചെയ്യണേ. ജോ മൈക്ക് ഓൺ ചെയ്തേടാ. മൈക്ക് ഓൺ ചെയ്തേ. ഞാൻ ഇവിടെ താഴോട്ട് നോക്കുന്നത് നിങ്ങളുടെ ഈ ഫോം ഫിൽ ചെയ്യാനാണ് കേട്ടോ. നിങ്ങൾ പേര് വിളിച്ചു കഴിയുമ്പോൾ അതിൽ ആരെയൊക്കെ വിളിച്ചു എന്ന് നമുക്ക് ഇവിടെ നോട്ട് ഡൗൺ ചെയ്യാനുണ്ട്. സോ അതാണ് ആക്ച്വലി ചെയ്യുന്നത്.
അപ്പോ ജോ നോട്ട് റെസ്പോണ്ടിങ്. ഓക്കേടാ, അപ്പൊ ഞാൻ അടുത്ത ആളെ വിളിക്കാവേ, ഒരു മിനിറ്റ്. നൈവേദ്യ ഇന്ന് ക്ലാസ്സിലില്ല അല്ലെ? നൈവേദ്യ. സോ നെക്സ്റ്റ് നമുക്ക് മാത്യു. മാത്യു ഒന്ന് പറയാമോ എന്തുകൊണ്ടാണ് നമ്മുടെ അസേഷൻ ഫോൾസ് ആയത്? പറഞ്ഞേ മാത്യു, എന്തുകൊണ്ടാണ് അസേഷൻ ഫോൾസ് ആയത്? Don't know, ma'am. ആ Don't know. അറിയില്ലേ? നമ്മൾ പഠിച്ചല്ലേ? പഠിച്ചാണല്ലോ. ഓക്കെ, അപ്പോ ജേക്കബ് ഒന്ന് പറഞ്ഞേ മോനെ. ജേക്കബ് വീഡിയോ ഓൺ ചെയ്തിട്ട് പറഞ്ഞേ. ജേക്കബ്, യെസ്, Yes, ma'am. പറഞ്ഞേ എന്തുകൊണ്ടാണ് yes. അസേഷൻ ഫോൾസ് ആയത്? Ma'am, 6 raised to n with that is 0 when n is a natural number. Zero എന്ന് പറയുമ്പോൾ whole നമ്പറിൽ പെടുന്നതല്ലേ? അതാണോ എക്സ്പ്ലനേഷൻ? അല്ലല്ലോ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ വളരെ നന്നായിട്ട് പഠിച്ചതാണ്. ഓക്കെ, സോ ഞാൻ അൾക്കെ വിളിക്കാം. അവള് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ മോളെ ഫ്രം ദ ക്വസ്റ്റ്യൻ തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. യെസ്, പറഞ്ഞോളൂ. അസേർഷൻ പറഞ്ഞിരിക്കുന്ന 6 raised to n with digit 0 where n is a natural number. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് 6നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടതാണ്. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2ഉം 3ഉം ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അസേർഷൻ ആയിട്ട് 6 raised to n നമ്മൾ ഏത് നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുത്താലും എന്റെ 0 ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഞാൻ 6 raised to 2 ഇട്ടെന്ന് വിചാരിക്കാം. അപ്പോ സ്ക്വയർ 36 ആണ് വരിക. അപ്പോ 0 എൻഡ് ചെയ്യുന്നില്ല. അപ്പോ അസേർഷൻ ഫാൾസ് ആണ്. റീസൺ പറഞ്ഞിരിക്കുന്നത് എനി നമ്പർ ends with digit 0 if its prime factor is of the form 2 raised to m and n raised to n where m and n are natural numbers. നമ്മള് ഏതൊരു ഡിജിറ്റിന്റെയും സ്ക്വയർ ആയിട്ട് എന്തായിട്ട് എടുത്താണ് എന്ത് ചെയ്യണമെങ്കിൽ 0-യില് നമ്മൾ ആ ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2ഉം 5ഉം ഫാക്ടർ ആയിട്ട് വരണം. ഒരു ഡിജിറ്റ് മാത്രം ഫാക്ടർ ആയിട്ട് വന്നാൽ അത് പറയത്തില്ല, അത് എൻഡ് 0-യിൽ എൻഡ് ചെയ്യില്ല. 2 ഡിജിറ്റ് വന്നാലേ അത് എൻഡ് വിത്ത് 0 ആവുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കേടാ, വെൽ എക്സ്പ്ലെയിൻ വെരി ഗുഡ് മോളെ. ഓക്കെ, സോ അപ്പോ ജസ്റ്റ് നമ്മുടെ ഡേ 1-ൽ പഠിച്ചൊരു കൺസെപ്റ്റ് ആണ്. ഇത് ക്ലിയർ ആവാത്തത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഇത് പറഞ്ഞുതരാം. ഓക്കെ, സോ ഈ അസേഷനിൽ പറയുന്നത് 6 raised to n എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടടാ. ഇതില് നമ്മൾ n-ന് നമ്മൾ ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സിന്റെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ 1 2 3 4 എന്നുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് 0-യിൽ എൻഡ് ചെയ്യുന്ന ഒരു ആൻസർ കിട്ടുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. n-ന് നമ്മൾ ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് ഇട്ടാൽ 0-യിൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ കിട്ടുമോ ഇല്ലയോ? സോ നമ്മൾ ഇത് ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പോൾ 2ഉം 3ഉം ആണ് ഫാക്ടേഴ്സ് വന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് 0-യിൽ എൻഡ് ചെയ്യില്ല. റീസൺ എന്താണ്? അതായത് എനി നമ്പർ ends with the digit 0, അതായത് 0-യിൽ എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറിനും 2ഉം 5ഉം അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, 0-യിൽ എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറിന്റെയും ഫാക്ടേഴ്സിൽ ആരുണ്ടായിരിക്കണം? 2 and 5. But when we are factorizing 6 raised to n, there is only 2 and 3. So that's why that number does not end with the digit 0. Okay, so അതാണ് റീസൺ. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു റീസൺ ഒന്ന് എഴുതിയെടുത്തോടാ. 0-യിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന് എല്ലാം എന്ത് വേണം? 2ഉം 5ഉം ഫാക്ടേഴ്സ് ആയിട്ട് വേണം. ഓക്കെ, ബട്ട് നമ്മൾ ഈ ഒരു നമ്പർ 6 raised to n ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പോൾ 2ഉം 3ഉം ആണ് വരുന്നത്. 5 അതിനകത്ത് ഫാക്ടർ അല്ല. ഓക്കെ, 5 അതിനകത്ത് ഫാക്ടർ അല്ല. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ലേടാ? എനിക്ക് മനസ്സിലായില്ല. ആർക്കാ കൺഫ്യൂഷൻ? അല്ല, ഇപ്പൊ റീസൺ പറഞ്ഞ ഞാൻ കേട്ടില്ലായിരുന്നു, നെറ്റ് ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, സോ ഫിദ മോളെ, അതായത് 6 raised to n എന്ന് പറയുന്നതില് നമ്മൾ n-ന്റെ സ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുത്താൽ നമുക്ക് 0-യിൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം 6 raised to 1, ഞാൻ 1 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് 6 ആ കിട്ടുക. ആൻഡ് 6 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 36 കിട്ടും അല്ലെ? ഇതേപോലെ നമ്മൾ 6ന്റെ n-ന്റെ സ്ഥാനത്ത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുമ്പോൾ 0-യിൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ കിട്ടുമോ എന്നാണ് ചോദ്യം.
ഓക്കെ, സോ അത് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡിജിറ്റിനെ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്തിട്ട് 2ഉം 5ഉം വരുന്നുണ്ടോ എന്ന് നോക്കുക. 2ഉം 5ഉം ഉണ്ടെങ്കിൽ അത് 0യിൽ എൻഡ് ചെയ്യും. 2ഉം 5ഉം ഇല്ലെങ്കിൽ അത് 0യിൽ എൻഡ് ചെയ്യില്ല. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? മനസ്സിലായോ? 2ഉം 5ഉം ഫാക്ടേഴ്സ് ഉണ്ടാവണം 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ. മനസ്സിലായോടാ? അത് സെറ്റ് അല്ലേ? അത് ഓക്കെ. ബട്ട് മാം ആ എന്തോ ഇടയ്ക്ക് റീസെന്റ് എന്തോ പറഞ്ഞപ്പോ എന്റെ നെറ്റ് മൊത്തത്തിൽ ക്ലിയറാ? പോയി അതാ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇത് നമ്മൾ ഡേ 1ൽ പഠിച്ച കൺസെപ്റ്റ് ആണ്. ഡേ 1ൽ പഠിച്ച കൺസെപ്റ്റ് ആണ്. ഐ ഹോപ്പ് ദ ക്വസ്റ്റൻ ഈസ് ക്ലിയർ. പക്ഷേ കുറെ പേര് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്നിരിക്കുന്നത്. ബട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റൻ അല്ലേ? ഇന്നലെ ചെയ്ത ക്വസ്റ്റനാ. ഓക്കെ, ഇത് എല്ലാവരും ഒന്ന് പെട്ടെന്ന് നോക്കിക്കേ. ഞാൻ ഒരു 3 minutes ടൈം തരാം. പെട്ടെന്ന് ഒന്ന് അതിന് എഴുതിക്കേ. മറ്റേ ഷോർട്ട് ഫോമിൽ എഴുതിയാൽ മതിയേ. ഷോർട്ട് ഫോമിൽ നമ്മൾ എഴുതിയാൽ മതി. നിങ്ങൾ പെട്ടെന്ന് എഴുതിക്കേ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിളിപ്പിക്കും ഇപ്പം. വേഗം വേഗം. ഓക്കെ ഓക്കെ തൂബ. ഓക്കെ മോളെ. ഓക്കേടാ. ഓക്കെ 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 മോളെ. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞവർ ഡണ്ണ് കമന്റ് ചെയ്യണേ. വേഗം ചെയ്തേടാ. അത് എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വിളിക്കുമ്പോ അത് യെസ് വീഡിയോ ഓൺ ചെയ്യട്ടോ. ശരിയല്ല. ഓക്കെ ഓക്കെ. പ്രണയ് വീഡിയോ ഓൺ ചെയ്തേ. പ്രണയ് യെസ്. ഓൻ ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സിൽ കയറുന്നത്? കണ്ടിട്ടില്ല മുൻപ് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ലാസ്റ്റ് ഡേ ആണെടാ ഈ ചാപ്റ്ററിന്റെ. കുഴപ്പമില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കയറിയാൽ മതി ഡേ 1 തൊട്ട്. ഓക്കെ. നൈവേദ്യ മോളെ വീഡിയോ ഓൺ ചെയ്തേ. നൈവേദ്യ 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 ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂ മാം. എന്തുടാ? മാം ആ പറഞ്ഞോളൂ. മാം ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂ. ആണോ? യെസ് മാം. ഓക്കെ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? യെസ് മാം. ഓക്കെ, ആ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. യെസ്. അപ്പൊ √2 ഒരു റാഷണൽ നമ്പർ ആയിട്ട് അസ്യൂം ചെയ്യാതെ തന്നെ. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് പറഞ്ഞു? മോൾ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞോടാ, ഞാൻ എഴുതാം. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു അസ്യൂം. പറഞ്ഞോ. Let us assume √2 is a rational number.
ഓക്കെ റൂട്ട് ടു ഈസ് എ റാഷണൽ നമ്പർ. ഓക്കെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് റൂട്ട് ടു ഇസ് ഈക്വൽ ടു എ ബൈ ബി. ഓക്കെ റൂട്ട് ടു ഈക്വൽ എ ബൈ ബി. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേറെ എ ആൻഡ് ബി ആർ അത് പറഞ്ഞില്ല. എയും ബിയും എന്തായിരിക്കണം? എ ആൻഡ് ബി ആർ കോ പ്രൈംസ്. ഓക്കെ എ ആൻഡ് ബി കോ പ്രൈംസ്. ഓക്കെ സോ ദെൻ അടുത്ത പറഞ്ഞിടാ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ടു ബി ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. ഓക്കെ അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. അപ്പൊ 2b സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ എന്ന് കിട്ടും. സോ So 2 divides a square. a square is divisible by 2. അപ്പൊ a is equal a is divisible by 2. Therefore a is also divisible by 2 according to the theorem അല്ലേ? ആ തിയറം ഒന്ന് പറയാമോ? Let p be a prime number. If p Ah. divides a square, then p divides a, where a is a positive integer. വെരി ഗുഡ് വെരി ഗുഡ് നന്നായിട്ട് പറഞ്ഞു. ഓക്കെ വെരി ഗുഡ് മോളെ. ഓക്കെ ഓക്കെ സോ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലേ? ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് പാർട്ട് മാനവ് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ മാം? ആ കേൾക്കുന്നുണ്ട് മോനെ പറഞ്ഞോടാ. ലെറ്റ് ബി ഈസ് ഈക്വൽ ടു 2c. ഓക്കെ ലെറ്റ് സെക്കൻഡ് പാർട്ട് ലെറ്റ് ബി ഈക്വൽ ടു 2c. Squaring on both sides. Okay, squaring on both sides. B square is equal to 2c square. Okay, 4c square എന്നങ്ങ് എഴുതിയട്ടെ. 4c square divided by 2. Divided by 2 ഇടുന്നു വന്നു. സ്കൂള് പറഞ്ഞ ആ മെത്തേഡ്. ഓ മോൻ ആ മെത്തേഡ് അല്ലേ ചെയ്തേ? ഓക്കെ മോനെ ഇതില് നമ്മൾ പറഞ്ഞ മെത്തേഡ് പറയോ, അല്ലെങ്കിൽ ബാക്കി കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുവിടാ. അതായത് a ഈക്വൽ ടു 2c എന്ന് കൊടുത്തു, പിന്നെ സ്ക്വയർ ചെയ്തു, അപ്പോ a സ്ക്വയർ ഈക്വൽ ടു 4c സ്ക്വയർ എന്ന് വന്നു അല്ലെ? സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് വൺ ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. then എന്താ ചെയ്യുന്നേ പറഞ്ഞേ? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ നമ്പർ 1 and 2. 1 in 2. ഓക്കെ അപ്പൊ എങ്ങനെ വരും? അപ്പോഴാണ് മോൻ പറഞ്ഞ പോലെ എങ്ങനെ വരിക? ലൈക്ക് 2b സ്ക്വയർ ഈക്വൽ ടു 4c സ്ക്വയർ എന്ന് വരും. പറഞ്ഞോ ബാക്കി. പിന്നെ 2 ഒന്ന് b സ്ക്വയർ is equal to 4c square divided by 2. Cancel ചെയ്യുമ്പോ 2 1 2c square. പിന്നെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ c square is equal to b square divided by 2. b square is divisible by 2. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? b is also divisible by 2. divisible by 2. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്, നമ്മൾ ഇന്നലെ പഠിച്ച സെക്കൻഡ് പാർട്ട് അല്ലേ? ഓക്കെ ആൻഡ് ജോ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജോ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആൻലിൻ മോനെ തേർഡ് പാർട്ട് പറഞ്ഞേടാ. Ma'am, since A and B that are divisible by 2, so they are not co-prime numbers. So Okay, our A and B divisible by 2, so they are not co-prime. numbers. So our assumption is wrong that we have taken root 2 as rational. So here it is false. So assumption is wrong. So root 2 equal to irrational. The assumption is wrong. Therefore, root 2 is irrational. Very good, very good. Well explained. Okay. ഈ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്ത 3 കുട്ടികളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് നിങ്ങൾ നല്ലതായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വരണം വേണം കേട്ടോ. നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പൊ സെറ്റ് അല്ലേ? ഇതിൽ നോ മോർ കൺഫ്യൂഷൻസ് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. റിസ്വാൻ മോനെ നീ ഇത് മൊത്തം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേടാ പെട്ടെന്ന്. assume root 2 as rational. Let us assume.
പിന്നെ റൂട്ട് ടു എ ബൈ ബിനോട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2b ഈസ് ഈക്വൽ ടു റൂട്ട് 2b എടുത്ത് ഈസ് ഈക്വൽ ടു എ. ഇനി സ്ക്വയറിങ് ചെയ്യാം. അപ്പൊ 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. എ സ്ക്വയർ ഡിവിസിബിൾ ബൈ 2. Therefore a is also divisible by 2. ഓക്കെ, അവിടെ വരെ മതി മോനെ, അവിടെ വരെ മതി. ഓക്കെ, സോ മാത്യു സെക്കൻഡ് ഭാഗം ഒന്ന് പറഞ്ഞേ. മാത്യു എക്സ്പ്ലെയിൻ ദി സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ മാത്യു. ഓക്കെ, ജേക്കബ് സെക്കൻഡ് പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ മോനെ. നമുക്ക് A2 ആയിട്ട് കിട്ടി. അപ്പൊ നമുക്കത് സ്ക്വയർ ചെയ്യണം ബോത്ത് സൈഡും. A2 ആയിട്ടല്ലടാ, A ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ സ്ക്വയറിങ് ചെയ്യണം. അപ്പൊ A സ്ക്വയർ ഇസ് ടു 4c സ്ക്വയർ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടാമത്തിനകത്ത് ഇടാം. 2b സ്ക്വയർ ഇസ് ടു 4c സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടും. b square is equal to 4c square by 2 is equal to 2c square കിട്ടും. So b square is divisible by 2. So b is divisible by 2. B is also divisible by 2 എന്ന് കിട്ടും. Okay, very good. Okay, so next ഹന മോളെ, ഹന yes ma'am. തേർഡ് പാർട്ട് ഒന്ന് പറഞ്ഞേടാ. അതിലെ A and B are divisible by 2, so they are not co-prime. Our assumption is wrong. That root 2 is rational. ഇറാഷണൽ. അതുകൊണ്ട് നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി. റൂട്ട് 2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. ഓക്കെ, എളുപ്പമുള്ള പ്രൂഫ് അല്ലേടാ? എളുപ്പല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ഓക്കെ, സോ നമുക്കിപ്പോ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം വേഗം. ഓക്കെ, കണ്ടോ, ഇതിൽ നോക്കുമ്പോൾ നമ്മൾ വലിയൊരു സാധനമാണ്, പക്ഷെ നമ്മൾ എളുപ്പത്തിൽ പഠിച്ചില്ലേ? ഓക്കെ, സോ ഇത് നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റൻ അല്ലേ? ഇത് ഇന്നലെ ചെയ്തല്ലേ? ഓക്കെ, ഇത് കണ്ടോ, അതായത് മക്കൾ ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഈ ഭാഗം മാത്രം ചെയ്താൽ മതി. ഒരു മിനിറ്റ്. ഓക്കെ, എടാ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇതാ ഈ ഒരു പാർട്ട് മാത്രം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെങ്കിൽ യു ഹാവ് ടു ദാറ്റ് 2 ഈസ് ഇറാഷണൽ. അത് ഫസ്റ്റ് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? അപ്പോ നിങ്ങൾക്ക് ഇതാ ഇവിടെ റൂട്ട് 2 ഈസ് ഗിവൻ ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണ്ട ക്വസ്റ്റ്യൻ വരുമ്പോ. ബട്ട് അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ ലൈക്ക് 4 മാർക്സിനോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ മാർക്സ് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഹാവ് ടു ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. അത് ഫസ്റ്റ് പ്രൂവ് ചെയ്യണം, എന്നിട്ട് വേണം ബാക്കി ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഇത്ര മാത്രം മതി. പ്രൂവ് ദാറ്റ് 5 + 3 √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. പ്രൂവ് ദാറ്റ്. ഇതൊന്ന് ചെയ്ത് നോക്കിയേ തന്നെ. 5 + 3 √2 ഈസ് ഇറാഷണൽ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കിയേ മക്കളെ. ഇതിൽ ഞാനൊരു ക്ലൂ പറഞ്ഞുതരാം. അതായത് നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഇതിനെ A/B ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സംഭവം സെറ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യാം, ലൈക്ക് നിങ്ങൾ 5 + 3 √2 നമ്മൾ എന്ത് ചെയ്യാം, റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. ആൻഡ് യു ഹാവ് ടു ഇക്വേറ്റ് ദിസ് ടു A/B ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് √2 ഒരു സൈഡിൽ കീപ്പ് ചെയ്യുക, ബാക്കി എല്ലാത്തിനെയും അപ്പുറത്തെ സൈഡിലേക്ക് മൂവ് ചെയ്യുക. ആൻഡ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എന്നിട്ട് എന്ത് പറയാ, LHS ഈസ് ഇറാഷണൽ ആൻഡ് RHS ഈസ് റാഷണൽ. മനസ്സിലായോ? അത് പറയാ. then LHS not equal to RHS. Therefore our assumption is wrong and ഈ സാധനം ഇറാഷണൽ ആണ്. അങ്ങനെ പറയാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ എല്ലാരും. ഓക്കെ, ഞാൻ ഫസ്റ്റ് കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞുതരാം, ബാക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ മുമ്പേ സാധാരണ പറയുന്ന പോലെ ഫസ്റ്റ് എന്താ പറയേണ്ടത്, assume 5 + 3 √2 is rational. We have to assume this given number as rational. Therefore 5 + 3 √2 equal A/B. ഇനിയും √2 അവിടെ കീപ്പ് ചെയ്യാം. മൂവ് ഓൾ അതർ നമ്പേഴ്സ് ടു ദി റൈറ്റ് സൈഡ്. എല്ലാ നമ്പറിനെയും റൈറ്റിലേക്ക് മൂവ് ചെയ്യുക, ബാക്കി √2 ഒഴികെ.
ദെൻ നമുക്ക് എന്ത് പറയാം? റൂട്ട് ടു ലെഫ്റ്റ് സൈഡിൽ അല്ലേ ഇടാം. സോ LHS ഈസ് ഇറാഷണൽ, RHS ഈസ് റാഷണൽ, LHS നോട്ട് ഈക്വൽ ടു RHS. Therefore, our assumption is wrong. The given number is correct. മനസ്സിലായോ? ഇറാഷണൽ ആണ്. ചെയ്ത് എല്ലാരും ചെയ്തേ. ഓൾ ഓഫ് യു ചെയ്ത് നോക്കിയ വേഗം. മാം ആദ്യം റൂട്ട് ടു ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണോ? അത് ഇവിടെ വേണ്ടടാ. ഇവിടെ ഓൾറെഡി ഗിവൺ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ചെയ്യണ്ട. അത് ഞാൻ പറഞ്ഞേ. പരീക്ഷയ്ക്ക് ഗിവൺ എന്ന് തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ഡു ദാറ്റ് ഓൾസോ. ഓക്കെ ഓക്കെ എല്ലാരും ചെയ്തേ. എല്ലാരും ചെയ്തേ. ഓൾ ഓഫ് യു വേഗം ചെയ്തു. എന്റെ മോനെ അവൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. മോനെ എടാ ഇതിലേ നമ്മൾ ഇത് കണ്ടോ, ഞാൻ ഈ A/B എഴുതി കണ്ടോ? അവിടെ നിന്ന് നീ റൂട്ട് ടുവിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. റൂട്ട് ടു ബാക്കി എല്ലാരെയും അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പോ റൂട്ട് ടു ഒരു സൈഡിൽ വരും, ബാക്കി കുറെ സാധനങ്ങൾ അപ്പുറത്ത് വരും. അപ്പൊ പറയാം റൂട്ട് ടുവിന്റെ സൈഡ് ഇറാഷണൽ ആണ്, മറ്റേ സൈഡ് റാഷണൽ ആണ്. അതുകൊണ്ട് എന്താണ് LHS RHS ഈക്വൽ അല്ല. സോ അവർ അസംഷൻ ഈസ് റോങ്. Therefore അത് ഇറാഷണൽ ആണ്. മനസ്സിലായോ? യെസ്. അഭിറാം എന്ത് പറ്റി മോനെ? മാം നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ 5+3 ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -5 വരും. അത് നമുക്ക് പറയാം കേട്ടോ. ലൈക്ക് എല്ലാരും ചെയ്യുമല്ലേ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെയ്യൂല. ഓക്കെ അത് കഴിഞ്ഞിട്ട് പറയാവേ. ചെയ്യട്ടോ. എല്ലാരും ചെയ്തേടാ. ഓൾ ഓഫ് യു. എല്ലാരും ചെയ്യേ. ഞാൻ ഒരു 2 അഭിറാം ഇത് കിട്ടിയോ മോനെ? കിട്ടിയോടാ? കിട്ടി മാം. കിട്ടിയോ? എന്നാ ഒന്ന് പറഞ്ഞേ. ആ ആദ്യമേ നമുക്ക് 5നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലെ? അപ്പൊ എങ്ങനെ വരും? ഞാൻ 5+3 ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലടാ. ആദ്യമേ നീ 5നെ കൊണ്ടുപോയിക്കേ, അപ്പൊ ഞാൻ പറയാം. ആ അപ്പൊ എങ്ങനെ വരും? 3√2 3√2 ഈക്വൽ ടു -5 A/B -5. A/B -5. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ ഈ സൈഡ്? അപ്പൊ എങ്ങനെ വരും പറഞ്ഞേ? ആ എങ്ങനെ വരും ക്രോസ് ചെയ്യുമ്പം? എങ്ങനെ വരുടാ? ഓക്കെ റെസിൻ പറയാമോ? റെസിൻ മുഹമ്മദ് റെസിൻ പറയാമോ? ഇത് ക്രോസ് ചെയ്യുമ്പോ എങ്ങനെ വരും പറഞ്ഞേ? ക്രോസ് ചെയ്യുമ്പോ എടാ A/B -5 അത് സോൾവ് ചെയ്യുമ്പോ എങ്ങനെ വരുമെന്ന്? 5/B. 5/B യോ? പാർവതി പറയാമോ മോളെ?
പാർവതി പറ. √2 equals 5a by b. ഇവിടെ അതല്ല, ഇതൊന്ന് പറഞ്ഞേ. ലൈക്ക് √2 ഈക്വൽ എന്ത് വരും ഇത് സോൾവ് ചെയ്യുമ്പോ? a by b by a by -5. a by -5b. a by -5b വരും. a by -5യോ? ചേടാ അല്ല. എടാ നിങ്ങൾക്ക് ഫ്രാക്ഷൻസ് അറിയത്തില്ലേടാ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നേ അറിയത്തില്ലേ? വീണ്ടും എടാ നിങ്ങൾ വിളിച്ചല്ലേ, ഇനി വിളിക്കാത്തവരെ ഞാൻ വിളിക്കട്ടെ. ഓക്കെ, വിളിക്കാത്ത ഇഷ്ടം പോലെ പേരുണ്ട്. ഹർഷ പറയാമോ? a -5b. മിടുക്കി. a -5b. ഇനി ഡിനോമിനേറ്റർ എന്ത് വരും? Denominator 1. Sorry, 3 ഡിനോമിനേറ്റർ എന്ത് വരും? √2. അല്ല. എന്ത് വരും? നോമറേറ്റർ കറക്റ്റാ. ഞാൻ പറയട്ടെ. യെസ്, നസിയ പറഞ്ഞോ. നസിയ പറഞ്ഞേ മോളെ. കേൾക്കുന്നില്ല നസിയ. a -5b by b. a -5b by b. ഓക്കെ. എടാ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ അറിയില്ലേടാ? ഓക്കെ, ഒരു മിനിറ്റ് മോളെ. എന്നിട്ട് ഇതിന്റെ √2 വരുമ്പോ എങ്ങനെ വരും? √2 ഈക്വൽസ് എങ്ങനെ വരും നസിയ? √2 ഈക്വൽ a -5b by 3b. by 3b. വെരി ഗുഡ് നസിയ. ഓക്കെ, ഇനി ബാക്കി എങ്ങനെ വരും പറയാവോ? ബാക്കിയും കൂടെ. ഈ സൈഡ് എങ്ങനെയാണ് ഇത്? ഓക്കെ, മറ്റേ സൈഡ് റാഷണൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം? LHS നോട്ട് ഈക്വൽ ടു RHS. അപ്പോ എന്താടാ? അസംഷൻ is wrong. നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി. അപ്പൊ എന്ത് പറയാൻ പറ്റും? Therefore 5 + 3√2 is irrational. Very good. ഓക്കെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ 10-ലല്ലേടാ? നിങ്ങൾക്ക് ഫ്രാക്ഷൻസ് അറിയത്തില്ലേ? ഫ്രാക്ഷൻസ് അറിയില്ലേ? ഓക്കെ, ഇവിടെ എന്താ ചെയ്തതെന്ന് അറിയോ? അതായത് a by b -5 ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 1 എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് വരും? a. ഇനി ഇവിടെ മൈനസ് സിമ്പിൾ അല്ലേ, അപ്പൊ നമ്മൾ മൈനസ് കൊടുക്കുക. ദെൻ ഇങ്ങനെ ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് വരും ഇവിടെ? 5 × b 5b. ആൻഡ് ഡിനോമിനേറ്റർ കിട്ടാൻ ഇങ്ങനെ ക്രോസ് ചെയ്യുക. b × 1 b. മനസ്സിലായോ? അങ്ങനെയാ അത് കിട്ടിയത്. ഓക്കെ, ആദ്യമേ നമ്മൾ +5നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ -5 കിട്ടി. അതേപോലെ ഇവിടെ ×3 ആണ്. 3 × √2 എന്നാണ്. സോ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ബൈ 3 ആവും. അങ്ങനെയാണ് 3b എന്ന് വന്നത് ഡിനോമിനേറ്ററിൽ. മനസ്സിലായോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, അത്ര എല്ലാവർക്കും സെറ്റ് അല്ലേ? ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തല്ലോ? എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇത് എല്ലാവർക്കും മനസ്സിലായില്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാമേ. ഇതുണ്ടോ, ഇവിടെ നമുക്ക് കുറച്ചേറെ ക്വസ്റ്റൻ ഉണ്ട്. ഇതുണ്ടോ, ഇതും അതുപോലത്തെ ഒരു ക്വസ്റ്റനാ. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇത് നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റൻ തന്നെയാണോ? അല്ല, അതുപോലത്തെ ഒരു ക്വസ്റ്റനാ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കി, പെട്ടെന്ന് ചെയ്ത് നോക്കി. എല്ലാരും സ്പീഡ് ചെയ്തേടാ. എല്ലാരും ചെയ്യണേ, ഓൾ ഓഫ് യു. യെസ്, പറഞ്ഞോളൂ. ഇതിൽ നമ്മൾ √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണോ?
അത് ഇവിടെ ചെയ്യേണ്ടടാ, അങ്ങനെ പരീക്ഷയ്ക്ക് ചെയ്യണം. കാരണം ഇവിടെ ഗിവൻ ദാറ്റ് കൊടുത്തിട്ടില്ലല്ലോ. സോ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ അത് ചെയ്തിരിക്കണം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ മാത്രം ചെയ്താൽ മതി. ഓക്കെ, വേഗം ചെയ്തേ, എല്ലാരും വേഗം ചെയ്തേ. So ഷിഫ Yes, ma'am. മോളെ ഇതൊന്ന് പറഞ്ഞേ, ഇതെങ്ങനെയാ പറഞ്ഞേ. Let us assume 5 plus 3, 3 plus 2 root 5 is irrational. Okay, so assume 3 plus 2 root 5 is rational. as rational. അതിനെ നമ്മൾ അങ്ങനെ assume ചെയ്യുന്നു. Okay, then 3 plus 2 root 5 is equal to a by b. Equals a by b. Okay, then 2 root 5 is equal to a by b minus 3. A by b minus 3. Okay, then a minus 3b minus b. a by minus a minus 3b by, very good. b. Okay, പിന്നെ root 5 is equal to a minus 3b by 3b by 2b. 2b. Okay, മിടുക്കി. ഓക്കെ, ഇനി ബാക്കിയുടെ വേറെ ആളെ നമുക്ക് വിളിക്കാമേ. ഓക്കെ, ഷിഫ വെരി ഗുഡ് മോളെ, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് നവജോത്. നവജോത്, യെസ് മാം. ബാക്കി പറഞ്ഞു മോനെ. ഒരു മിനിറ്റ്, എവിടെ എത്തി? ഈക്വൽ ടു a minus 3b by 2b. അപ്പൊ root 5 irrational. root 5 irrational. മറ്റേത് rational. ഓക്കെ, ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാൻ ഇടുന്ന പോലെ ആരോ ഇട്ട് എഴുതരുത്. LHS is irrational, വേറെ RHS is rational, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു മോനെ. LHS not equal to RHS. Okay, LHS not equal to RHS. Assumption is wrong. Okay, assumption is wrong. 3 plus 2 root 5 is irrational. Is irrational. Okay, very good മോനെ. Okay, okay മക്കളെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പെട്ടെന്ന് ഹോംവർക്ക് ആയിട്ട് എഴുതിയെടുത്തോ, ഈ 2 ക്വസ്റ്റ്യൻസ്. ഇതും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേടാ? ഇതിലും എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ റൂട്ട് 2നെ ആ സൈഡിൽ വെക്കുക, ബാക്കിയുള്ളവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് റൂട്ട് 2ന്റെ സൈഡ് എന്താന്ന് പറയാ? ഇറാഷണൽ ആന്ന് പറയാ, അതർ സൈഡ് റാഷണൽ ആന്ന് പറയാ. ബാക്കിയൊക്കെ അതേപോലെ തന്നെ. ഓക്കെ, മനസ്സിലായോ ഗൗതം ആൻഡ് ഗായത്രി? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഓക്കെ, പ്രണയ് മനസ്സിലായോ മോനെ? ഓക്കെ, ഓക്കെ, എഴുതിയെടുത്തില്ലേ? ഓക്കേടാ, ഒരു മിനിറ്റ്. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി ഈ ഒരെണ്ണം വിട്ടുപോയി, ഞാൻ അതായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇത് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് എക്സാമിന് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് അസേഷൻ? ദി ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് എ റാഷണൽ നമ്പർ 33, decimal expansion of rational number 33 by 2 square. Homework question എനിക്ക് തോന്നുന്നു 1 by മോനെ 1 by root 2 6 plus root 2 ആ 2 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 by root 2 6 plus root, ഇത് രണ്ടുമാണ് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ മക്കളെ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ നമുക്ക് 33 by 2 square into 5 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണോ? ഓക്കെ, ഈസ് ദിസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ? ആണെങ്കിൽ ആഫ്റ്റർ ഹൗ മെനി ഡിജിറ്റ്സ് ദിസ് നമ്പർ വിൽ ടെർമിനേറ്റ്? ഈ 2 കാര്യമാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് ഇഫ് ദിസ് നമ്പർ ഇസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ഓർ നോട്ട്. Okay, and the second thing is that we have to check after how much decimal number
this number will terminate. Okay. So ഈ രണ്ട് കാര്യമാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ടെർമിനേറ്റ് ചെയ്യോ ഇല്ലയോ എന്ന് അറിയുന്നത് സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കും അല്ലെ? അതല്ലേ ചെയ്യുന്നേ? പക്ഷെ ഇവിടെ നമ്മൾ അതല്ല ചെയ്യേണ്ടത്. ഓക്കെ. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്ററിൽ ആരൊക്കെ ഫാക്ടേഴ്സ് ആയിട്ട് വരണം? ഒന്നുകിൽ 2 ഫാക്ടർ ആയിട്ട് വരണം, അല്ലെങ്കിൽ 5 ഫാക്ടർ ആയിട്ട് വരണം, അല്ലെങ്കിൽ 2 and 5 ഡിനോമിനേറ്ററിൽ ഫാക്ടർ ആയിട്ട് വരണം. ഇങ്ങനെ വന്നാൽ മാത്രമാണ് അത് എന്താവുക? ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആവുക. നോട്ട് ഡൗൺ ചെയ്യണേ. ഒന്നുകിൽ 2 വരാം, അല്ലെങ്കിൽ 5 വരാം, അല്ലെങ്കിൽ 2 and 5 എവിടെ വരണം? ഡിനോമിനേറ്ററിൽ വരണം. അപ്പോഴാണ് അത് എന്താവുക? ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആവുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഒരു p/q എന്ന് പറഞ്ഞ ഒരു റാഷണൽ നമ്പർ തന്നു. അതില് ഡിനോമിനേറ്ററിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2m into 5n എന്നുള്ള രീതിയിൽ കിട്ടിയാൽ we can say that is a terminating decimal number. That is a terminating decimal number. Okay. നമുക്ക് p/q ഫോമിൽ ഒരു റാഷണൽ നമ്പർ ഉണ്ട്. And when we are doing the factorization of the denominator, we should get that in the form of 2m into 5n. എപ്പോഴും ടെർമിനേറ്റിംഗ് അല്ലാതെ വരുന്നത് വേറെ ഏതെങ്കിലും ഇത് പ്രൈം നമ്പർ കയറി വന്നാൽ, അതായത് നമുക്ക് 2ഓ 5ഓ വന്നാൽ, ഇവർ രണ്ടുപേരും ഒന്നിച്ചു വന്നാലും ടെർമിനേറ്റിംഗ്. ബട്ട് വേറെ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ കണ്ടാൽ അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ 3ഓ അല്ലെങ്കിൽ ഏതാടാ നമുക്ക് പറയാം 7ഓ അല്ലെങ്കിൽ 11ഓ അങ്ങനെ വേറെ ആരെങ്കിലും കയറി വന്നാൽ അവര് നോൺ ടെർമിനേറ്റിംഗ് ആവും. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? എല്ലാവർക്കും ക്ലിയർ ആണോ ഐഡിയ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വരും. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. ഞാൻ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക് 33/15. നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് ടെർമിനേറ്റിംഗ് ആണോ എന്ന്. സാധാരണ നിങ്ങൾ എങ്ങനെയാ ചെയ്യാ? ഡിവൈഡ് ചെയ്ത് നോക്കും. ഓക്കെ. സാധാരണ നിങ്ങൾ എന്താ ചെയ്യാ? ഡിവൈഡ് ചെയ്ത് നോക്കും. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? ഈ ഡിനോമിനേറ്ററിനെ എടുത്തിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 3 into 5 എന്ന് വന്നു അല്ലെ? നമ്മളപ്പോ എന്താ പറഞ്ഞേ? ഒന്നുകിൽ 2 വരാം, അല്ലെങ്കിൽ 5 വരാം, അല്ലെങ്കിൽ 2 and 5 വരാം. സെയിം പേര് മാത്രമേ വരാൻ പാടുള്ളൂ. ബട്ട് ഇവിടെ കണ്ടോ ഒരു 3 വന്നില്ലേടാ? സോ ദാറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ്. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ്. ക്ലിയർ ആണോ? ഓക്കെ. വേറൊരു നമ്പർ നോക്കാം. ഇപ്പൊ ഞാൻ 3/20 എടുക്കാം. 3/20 ഇത് ടെർമിനേറ്റിംഗ് ആണോ എന്ന് എങ്ങനെ അറിയാം? എനിക്ക് ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യുക. ഓക്കെ. സോ 20 എന്ന് പറയുന്ന ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് വരും മക്കളെ? 2² into 5 എന്ന് വന്നു അല്ലെ? അപ്പൊ 2ഉം 5ഉം മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ. പക്ഷെ ഇതൊരു ടെർമിനേറ്റിംഗ് അല്ല, കാരണം അവിടെ 3 കയറി വന്നു. ഓക്കെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ 17/25. ഓക്കെ. അപ്പൊ അത് നോക്കിയേ, അതെങ്ങനെ വരും? ഇത് നമ്മൾ 25 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 5² എന്ന് വരും അല്ലെ? 5 മാത്രമല്ലേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? എഴുതിയെടുക്കണേ. പിന്നെ അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ എന്താ 18/8 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു. അപ്പൊ 8നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2³ 2 മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഓൾസോ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ. 2ഉം 5ഉം അല്ലെങ്കിൽ 2 and 5 വന്നാൽ ടെർമിനേറ്റിംഗ്. വേറെ ഏതെങ്കിലും നമ്പർ കയറി വന്നാൽ നോൺ ടെർമിനേറ്റിംഗ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 19/35 അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ 19 നമ്മൾ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? 35 എന്ന് പറയുന്നത് 5 into 7 ആണ് അല്ലെ? വേറെ നമ്പർ കയറി വന്നു. സോ ദിസ് ഈസ് നോൺ ടെർമിനേറ്റിംഗ്. മനസ്സിലായോ? ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ് കണ്ടുപിടിക്കുന്നേ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. 2 വന്നാൽ ടെർമിനേറ്റിംഗ്, 5 മാത്രം വന്നാൽ ടെർമിനേറ്റിംഗ്, 2 and 5 ഒന്നിച്ചു വന്നാലും ടെർമിനേറ്റിംഗ്. വേറെ ഏത് നമ്പർ കണ്ടോ അന്നേരം പറഞ്ഞു നോൺ ടെർമിനേറ്റിംഗ് ആണ്. അല്ലാതെ ഡിവൈഡ് ചെയ്ത് നോക്കണ്ട. മനസ്സിലായോ? ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. എത്ര ഡിജിറ്റ് കഴിയുമ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്ന എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര ഡിജിറ്റ് കഴിയുമ്പോൾ ഇത് ടെർമിനേറ്റ് ചെയ്യുന്ന എങ്ങനെ കണ്ടുപിടിക്കാം? ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് അതിന്റെ ഹയസ്റ്റ് പവർ എടുക്കുക. ഡിനോമിനേറ്ററിൽ കിട്ടുന്ന ഫാക്ടേഴ്സ് ഇല്ലേടാ, അതിന്റെ ഹയസ്റ്റ് പവർ എടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞു 20 ഫാക്ടറൈസ് ചെയ്തപ്പോ എനിക്ക് 2² into 5 എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ പവർ ഏതാ? 2 അല്ലേ വന്നിരിക്കുന്നത്? ഹയസ്റ്റ് പവർ 1 ആണ്. ഇവിടെ 2 ആണ്. സോ 2 ഡെസിമൽ പ്ലേസ് കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ഫ്രാക്ഷൻ ടെർമിനേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഡിനോമിനേറ്ററിൽ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് കിട്ടില്ലേ? സോ അതിന്റെ ഹയസ്റ്റ് എക്സ്പോണന്റ് എടുക്കുക, ഓർ ഹയസ്റ്റ് പവർ എടുക്കുക. ഡിജിറ്റ് കഴിയുമ്പോഴായിരിക്കും ഇത് ടെർമിനേറ്റ് ചെയ്യുക. മനസ്സിലായോ മക്കളെ?
എഴുതി വെച്ചേടാ, എഴുതി വെച്ച് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാന്ന് വെച്ചാൽ എഴുതി വെച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇപ്പൊ പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഈ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എങ്ങനെ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാ വരിക എന്ന് കൂടി പറഞ്ഞു തരുമോ? പറയാം. അതായത് ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. ഓക്കെ, 17/32. ഓക്കെ, 17/32. ഇത് നമ്മൾ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്തു. ഡിനോമിനേറ്റർ 32 ആണ്. സോ ഫാക്ടറൈസ് ചെയ്തപ്പോൾ എനിക്ക് 2⁵5 എന്ന് കിട്ടി. സോ 5 ഡെസിമൽ പ്ലേസ് കഴിയുമ്പോഴായിരിക്കും ഇത് എൻഡ് ചെയ്യാം. ഈ ഒരു ഫ്രാക്ഷൻ 5 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടായിരിക്കും എൻഡ് ചെയ്യാം. ഇനി ഞാൻ എന്താ ഇവിടെ 21/24 ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയപ്പോ 24 ഫാക്ടറൈസ് ചെയ്തപ്പോ ഐ ഗോട്ട് ഇറ്റ് ആസ് 2³ × 3. ഓക്കെ, അപ്പൊ ഇവിടെ 3യുടെ പവർ 1 ആണ്, 2ന്റെ പവർ 3 ആണ്. സോ ഇത് ആക്ച്വലി നോൺ ടെർമിനേറ്റിംഗ് ആണ് കേട്ടോ, 3 കയറി വന്നില്ലേ. സോ ദിസ് ഈസ് നോൺ ടെർമിനേറ്റിംഗ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 100 ഒന്ന് ചെയ്ത് നോക്കാം. 100 എന്ന് പറയുമ്പോ ലൈക് 17/100. 100ന്റെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരൂടാ? 100ന്റെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2² × 5² എന്ന് വരില്ലേ? ഇല്ലേ? 2² × 5² എന്ന് വരില്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, രണ്ടിടത്തും ഹയസ്റ്റ് പവർ 2 ആണ്. സോ 2 ഡെസിമൽ പ്ലേസ് കഴിയുമ്പോൾ എൻഡ് ചെയ്യും. മനസ്സിലായോ? ഡിനോമിനേറ്ററിന്റെ ഹയസ്റ്റ് പവർ നോക്കുക. ഡിനോമിനേറ്ററിലെ ഫാക്ടേഴ്സിന്റെ ഹയസ്റ്റ് പവർ നോക്കുക. 10 ഡെസിമൽ പ്ലേസ് കഴിയുമ്പോഴാണ് എൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിച്ചേ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിച്ചേടാ. എല്ലാവർക്കും സെറ്റ് ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഡിനോമിനേറ്ററിലെ ഫാക്ടേഴ്സിന്റെ ഫാക്ടറൈസ് ചെയ്യുമല്ലോ നമ്മള്, എന്നിട്ട് അതിനകത്ത് ഫാക്ടറിന്റെ ഹയസ്റ്റ് പവർ എടുക്കണം. ഇത്രേ ഉള്ളൂ. 10 ഡെസിമൽ പ്ലേസ് കഴിയുമ്പോൾ ഇത് എൻഡ് ചെയ്യും. ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിച്ചോളൂ, കാരണം നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്യാനുള്ള പെർമിഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ, വേഗം ചോദിച്ചേ. ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും സെറ്റ് ആണോ? ധ്യാൻ മനസ്സിലായോ? ധ്യാൻ മനസ്സിലായോടാ? മാം ലാസ്റ്റ് പറഞ്ഞ ഡെസിമൽ പ്ലേസിന്റെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യോ? ഒന്നുകൂടെ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സോ മക്കളെ ഇതാ ഇവിടെ എടാ ഞാൻ എന്താ ഒരു നമ്പർ ഇതാ ഇപ്പോ 11/100 എന്ന് എടുത്തു. അപ്പോ 100നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം അല്ലെ? 100നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2² × 5² എന്ന് വന്നു. രണ്ടിന്റെയും പവർ എന്താണ്? 2 ആണ്. സോ 2 ഡെസിമൽ പ്ലേസ് കഴിയുമ്പോഴായിരിക്കും എൻഡ് ചെയ്യുക. ഇനി ഇപ്പൊ സപ്പോസ് ഞാൻ എന്താ 34 എത്ര എടുക്കാം? 20. 34/20 ചെയ്തു. അപ്പൊ 20യെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? 2² × 5 ഉണ്ടോ? അപ്പൊ 2 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടായിരിക്കും ഇത് എൻഡ് ചെയ്യാം. ഇനിയിപ്പോ ഞാൻ 16/32. 16 വേണ്ട, 15/32. അപ്പൊ നമ്മൾ 32നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2⁵5 എന്ന് കിട്ടും. സോ 5 ഡെസിമൽ നമ്പർ പ്ലേസ് കഴിയുമ്പോഴായിരിക്കും അത് എന്ത് ചെയ്യുക. സോ ഹയസ്റ്റ് പവർ എടുക്കണം. മനസ്സിലായോ? ഡിനോമിനേറ്ററിലെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഹയസ്റ്റ് പവർ എടുക്കണം. ഓക്കെ, സോ ടെർമിനേറ്റിംഗ് ആണോ എന്ന് എങ്ങനെ അറിയുന്നത്? 2 വരണം, അല്ലെങ്കിൽ 5 വരണം, അല്ലെങ്കിൽ 2 and 5 വരണം. വേറെ ഏത് നമ്പർ വന്നാലും ടെർമിനേറ്റിംഗ് അല്ല. വേറെ ഏത് നമ്പർ വന്നാലും ടെർമിനേറ്റിംഗ് അല്ല. മനസ്സിലായോ? ക്ലിയർ അല്ലേടാ? അപ്പൊ സ്ക്വയറും ക്യൂബും വന്നാല് ഇപ്പൊ ഇത് രണ്ടിലും 2 × 5 വന്ന് രണ്ടും സ്ക്വയർ തന്നെ ആയതുകൊണ്ടല്ലേ നമുക്ക് 2 കിട്ടിയേ. അപ്പൊ 2³ ഇല്ലെങ്കിൽ 5³ എന്ന് വന്നെങ്കിൽ 2³ സ്ക്വയറും വന്നെങ്കിൽ 2³ × 5² എന്ന് ഡിനോമിനേറ്ററിൽ വന്നാൽ എത്ര ഡിജിറ്റ് കഴിയുമ്പോൾ എൻഡ് ചെയ്യുന്നോ? 2³ × 5² എന്ന് വന്നാൽ ഹയസ്റ്റ് പവർ എടുക്കടാ. 3 ഡെസിമൽ പ്ലേസ് കഴിയുമ്പോൾ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ. അപ്പോ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ എക്സാം ലിങ്ക് തരാം. നിങ്ങൾ വേഗം ഒന്ന് റിവൈസ് ചെയ്തോളൂ കേട്ടോ. എല്ലാരും ഒന്ന് റിവൈസ് ചെയ്തേടാ. മാം പറഞ്ഞോളൂ. ഞാൻ ഫസ്റ്റും സെക്കൻഡും ക്ലാസ്സിൽ ഇല്ലായിരുന്നു. അപ്പോ ഇന്ന് എക്സാം ചെയ്താണോ?
എഴുതിക്കോടാ, കുഴപ്പമില്ല കേട്ടോ, എഴുതിക്കോ. ആൻഡ് അത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇരുന്നോളും. ഓക്കെ, അതിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി, അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ വിട്ടോ. അറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ആൻഡ് അടുത്ത റൗണ്ടിൽ വരും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മൾ റിവിഷൻ ഒക്കെ ചെയ്തുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വഴിയുണ്ട്. ആക്ച്വലി സെക്കൻഡ് ഡേയിൽ നമ്മൾ LCM ആൻഡ് HF ആണ് പഠിച്ചത്. ആൻഡ് ഫസ്റ്റ് ഡേയിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ഒക്കെയാണ് പഠിച്ചത്. അപ്പൊ അതെല്ലാം ഓൾറെഡി നമ്മൾ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ലടാ. ഓക്കെ, യെസ്. മാം എക്സാമിന്റെ ലിങ്ക് അയച്ചോ? ഇല്ലടാ, ഞാൻ ചാറ്റ് ബോക്സിൽ ഇടും കേട്ടോ. ചാറ്റ് ബോക്സിൽ ലിങ്ക് ഇടാവേ. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ആ ലിങ്കിൽ കയറുക. നിങ്ങൾക്ക് 30 മിനിറ്റ്സ് ടൈമിനുള്ളിൽ നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് PDF ആയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടോ ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അതിനകത്ത് കേട്ടോ. അപ്ലോഡ് ചെയ്ത് തീരാനുള്ള സമയമാണ് 30 മിനിറ്റ്സ്. സോ ടൈം ബൗണ്ട് ആയിട്ട് എക്സാം എഴുതുക. ഓക്കെ, സോ ലിങ്ക് ഇട്ടിട്ടുണ്ട്, വേഗം നോക്കി, വേഗം നോക്കിയേ മക്കളെ. ടൈം ബൗണ്ട് ആയിട്ട് എക്സാം നമ്മള് സാറിന് ബുക്കറ്റ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടായിരുന്നു. അത് നിങ്ങൾ ഒരു ബുക്കിലോ ഒരു പേപ്പറിലോ എഴുതുക, എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാം. ഇനി കുറെ പേജസ് ഉണ്ടെങ്കിൽ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ആഡ് ഫയൽ എന്ന് പറഞ്ഞ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുവേ. ഓക്കെ, ക്വസ്റ്റ്യൻസ് എഴുതണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ആൻസേഴ്സ് മാത്രം എഴുതുക. ഓക്കെ, ഓക്കെ മോളെ, ഓക്കെ തൂബ. എടാ ക്വസ്റ്റ്യൻസ് എഴുതണ്ട, ക്വസ്റ്റ്യന്റെ നമ്പർ ഇടുക, ആൻസേഴ്സ് എഴുതുക. ആൻഡ് വേഗം നമ്മൾ ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യാം. ഓക്കെ, വേഗം ചെയ്തേ, വേഗം ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യാം. മാർക്ക് അനുസരിച്ച് മാത്രം എഴുതിയാൽ മതിയേ കേട്ടോ. കാരണം സെക്കൻഡ് ക്വസ്റ്റ്യൻ അതുണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ജസ്റ്റ് അതിന്റെ ഒരു റീസൺ പറഞ്ഞാൽ മതി, ഫുള്ള് പ്രൂവ് ചെയ്ത് വെക്കണ്ട അവിടെ കേട്ടോ. മാർക്ക് അനുസരിച്ച് ചെയ്യണേ. ആൻഡ് എഴുതി കഴിഞ്ഞിട്ട് ചാറ്റ് ബോക്സിൽ വന്നിട്ട് ഡണ്ടെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ മക്കളെ, ഓക്കെ ഗായത്രി ആൻഡ് ഗൗതം, അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഓക്കെടാ, ലീവ് ചെയ്തോളൂ, ബൈ. ഹലോ മാം. പറഞ്ഞോളൂ, മാം പറഞ്ഞോളൂ. പറഞ്ഞോ, മാം കേക്കണ്ട? കേൾക്കുന്നുണ്ട്, പറഞ്ഞോടാ. മാം ആ ലിങ്ക് ഒന്നുകൂടി അയച്ചു തരുമോ? എനിക്ക് കിട്ടണ. അയച്ചുതരാം, അയച്ചുതരാം. മാം എനിക്കൂടെ അയച്ചു തരുമോ ലിങ്ക്? പോയിട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, എടുത്തു. മാം എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റണില്ല. ആണോ? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാസ് ടീച്ചറിനെ ഒന്ന് ഇൻഫോം ചെയ്തേടാ കേട്ടോ. എടാ നിങ്ങൾ ട്രയൽ സ്റ്റുഡൻസ് ആണെങ്കിലേ ചിലപ്പോൾ ലിങ്ക് കിട്ടില്ലായിരിക്കും കേട്ടോ. എക്സാം എഴുതാൻ പറ്റില്ലായിരിക്കും. ട്രയൽ ആണോ?
ആണോ? അപ്പൊ അതുകൊണ്ടായിരിക്കും മോളെ. അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്തോടാ. ഓക്കെ ഓക്കെ ശരി. താങ്ക് യു മാം. ഓക്കെ മോളെ, ബൈ. ഇല്ല മോളെ തൂബ, ഇല്ലടാ, ഇല്ല 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 മോള് അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്തോടാ. ഓക്കേടാ. മാം എനിക്ക് എക്സാം എഴുതാൻ പറ്റൂല. ആരാണത്? ഹാനയല്ലേ? ഹന. ഓക്കെ 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 മോളെ, കുഴപ്പമില്ലടാ, ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ, ബൈ. ബൈ. ക്വസ്റ്റ്യൻ എഴുതണോ? ക്വസ്റ്റൻ എഴുതണ്ട, ക്വസ്റ്റൻ നമ്പർ മാത്രം ഇട്ടാൽ മതി. ഹലോ മാം, നമ്മള് HCF കണ്ടുപിടിക്കുമ്പോ ഹയസ്റ്റ് പവർ ഉള്ളതാണോ അതോ ലോവസ്റ്റ് പവർ ഉള്ളതാണോ കണ്ടുപിടിക്കേണ്ടത്? എക്സാം അല്ലേടാ, പറഞ്ഞു തരാൻ പറ്റൂല കേട്ടോ. ഹലോ, കേക്കല്ല. എക്സാം ആയോണ്ടേ ആൻസർ പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. മിസ്സേ, പറഞ്ഞോളൂ മോനെ മോഹിത്. എനിക്കിവിടെ റേഞ്ച് ഇല്ലായിരുന്നു, ഇപ്പം ജോയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ലിങ്ക് ഒന്നുകൂടെ വേണോ? വേണം. ഓക്കെ ഓക്കെ മോനെ, ഇട്ടിട്ടുണ്ടേ, വേഗം എഴുതണേ. ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ, പെട്ടെന്ന് എഴുതിക്കേ. ഓക്കെ.
മാം 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 പറഞ്ഞു മാം ഇവിടെ ഒരു ഇടി വെട്ടി എനിക്ക് അത് കേട്ടിട്ട് പേടിയാവുന്നു. ഞാനൊന്ന് ലെഫ്റ്റ് ആയിക്കോട്ടെ? ഓക്കേടാ, എക്സാം എഴുതിയിട്ട് എന്നെ അപ്ലോഡ് ചെയ്യട്ടോ. ഓക്കെ, ശരിടാ, ബൈ. ഹലോ മാം. പറഞ്ഞോളൂ. അതുപോലെ മാം നമ്മളെ HCFും അതോ LCM എടുക്കുമ്പോഴാണ് ഫുൾ നമ്പർ എടുക്കേണ്ടത്? എടാ, അത് പറയാൻ പറ്റില്ല മോനെ, പരീക്ഷയല്ലേ, എല്ലാരും എഴുതിക്കൊണ്ടിരിക്കല്ലേ കേട്ടോ. ഓക്കെ.
ഓക്കേടാ. സോ ഇനി 10 മോർ മിനിറ്റ്സ് കൂടെ ഉള്ളൂ കേട്ടോ. വേഗം ചെയ്യണേ. വേഗം ചെയ്ത് അപ്ലോഡ് ചെയ്തേ. കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. കഴിഞ്ഞോടാ? കഴിഞ്ഞോ? ഓക്കെ, 10 മോർ മിനിറ്റ്സ് കൂടെ ഉള്ളൂ കേട്ടോ. വേഗം ചെയ്യണേ. കഴിഞ്ഞവര് ഡൺ എന്ന് കമന്റ് ചെയ്തേ ചാറ്റ് ബോക്സിൽ വന്നിട്ട്. മാം പറഞ്ഞു മോനെ. മാം ഞാൻ പ്രൂവ് ദ റൂട്ട് 5 is irrational അത് സ്കൂള് പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്യാമോ? എഴുതാം. ഓക്കെ. പ്രണയ് മോനെ വീഡിയോ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാമോ? ഫേസ് വിസിബിൾ അല്ല. ഓക്കെ. മോന്റെ ഡിസ്ട്രിക്ട് ഏതാണ് പ്രണയ്? എറണാകുളം. എറണാകുളം. ഓക്കെ. ഖനീഷായോ? ഖനീഷായ ഒരു ഡൺ കമന്റ് ചെയ്യാം ചാറ്റില്. ഓക്കെ ഓക്കെ ആൻലിൻ. ഓക്കെ മോനെ എന്നാ ലീവ് ചെയ്തോളൂ കേട്ടോ. ടേക്ക് കെയർ. ബൈ. ഓക്കെ പാർവതി ലീവ് ചെയ്തോടാ. ഓക്കെ ബൈ. ഓക്കെ 5 മോർ മിനിറ്റ്സ്. വേഗം ചെയ്തേ മക്കളെ, വേഗം ചെയ്തേ. മിസ്സേ ഷിഫ പറഞ്ഞോടാ. ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നിന്നെ സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം പോയി. ഒന്നുകൂടി അപ്ലോഡ് ചെയ്യടാ. പക്ഷെ ലിങ്ക് ഇല്ല, പോയി, എല്ലാം പോയി. ലിങ്ക് അയച്ചുതരാം. എങ്ങനെ മിസ് അപ്ലോഡ് ചെയ്യുന്നത്? മോളെ ലിങ്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കയറിയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ താഴെ തന്നെ കുറച്ചുകൂടി സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ ആഡ് ഫയൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അവിടെ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ. മക്കളെ 5 മോർ മിനിറ്റ്സ്. വേഗം ചെയ്യട്ടോ. ഈ ലിങ്ക് കിട്ടുമ്പോഴേ നിങ്ങൾ അത് എടുത്ത് വേറെ വാട്സപ്പിലോ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചേരും കേട്ടോ. കാരണം ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ലിങ്ക് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറോട് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ക്ലാസ് ടീച്ചർ അത് പ്രൊവൈഡ് ചെയ്തോളും. ഓക്കെ മോളെ ആരതി, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലേ ഒന്ന് ക്ലാസ് ടീച്ചറെ ഒന്ന് കോൺടാക്ട് ചെയ്തേടാ. മിസ് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മോളൊന്ന് ക്ലാസ് ടീച്ചറിനോട് ഒന്ന് കോൺടാക്ട് ചെയ്തേ പറ്റുന്നില്ലെങ്കിൽ. ഓക്കെ. ഓക്കെ. മറ്റു ചെയ്തവര് ഡൺ കമന്റ് ചെയ്യണേ ചാറ്റിൽ വന്നിട്ട്.
വേഗം ചെയ്തേടാ, സമയം തീരാറാവുന്നേ, വേഗം ചെയ്തേ. എഴുതി കഴിഞ്ഞവർ ഡൺ കമന്റ് ചെയ്യാം. ഓക്കെ. ജേക്കബ്, ഓക്കെ മോനെ, ലീവ് ചെയ്തോടാ. ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഓക്കെ. മാം കഴിഞ്ഞോ? മിസ്സേ കഴിഞ്ഞോടാ? കഴിഞ്ഞു, പക്ഷേ ലിങ്കിന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാക്ക് അടിച്ചപ്പോ വീണ്ടും ലിങ്ക് പോയി. ഒന്നുകൂടി അയച്ചു തരുമോ? അയക്കാമേ. താങ്ക് യു. ഓക്കെ, അയച്ചിട്ടുണ്ട്. മക്കളെ 2 more minutes ഞാൻ തരാം കേട്ടോ. ഓൾറെഡി 8 o'clock ആകെ. ഒരു 2 more minutes തരാം. വേഗം അപ്ലോഡ് ചെയ്തേ. ഓക്കെ. ഓക്കെടാ, ഞാൻ ആ ഇട്ട ലിങ്ക് എല്ലാവരും ഒന്ന് എടുത്ത് സേവ് ചെയ്ത് വെച്ചേര്. ഓക്കെ. ആൻഡ് എന്ത് ചെയ്യാ, നിങ്ങൾ അത് കഴിയുമ്പോൾ ക്ലാസ് ടീച്ചറിനോട് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലാസ് ടീച്ചറിനോട് ചോദിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലേ ക്ലാസ് ടീച്ചറിനോട് ചോദിക്കാം. ഓക്കെ. ഇപ്പോ നമ്മുടെ ടൈം കഴിഞ്ഞു. നമുക്ക് ക്ലാസ് പതിയെ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. ബാക്കി എല്ലാവരും വേഗം എഴുതുക. വേഗം എഴുതിയിട്ട് ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് ടീച്ചറിന് അത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കേടാ. ടൈം ബൗണ്ട് ആയിട്ട് എല്ലാവരും എഴുതാൻ പഠിക്കണേ. ഓക്കെ മക്കളെ. ഓക്കേടാ. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും കഴിഞ്ഞോ? ഓക്കെ ഓക്കെ ഓക്കേടാ. വേഗം എഴുതണേ കേട്ടോ. മാം, ആ പറഞ്ഞോളൂ. നിങ്ങളാണോ കറക്ഷൻ ചെയ്തത്? നിങ്ങളാണോ? അത് അറിയില്ലേടാ, ഞാനല്ല, വേറെ ടീമാണ് കേട്ടോ. ലൈക് അതിന്റെ ടീമുണ്ട്. ഓക്കെ. എല്ലാരും ആ ലിങ്ക് എടുത്തു വെച്ചല്ലോ അല്ലെ? ലിങ്ക് ആർക്കും ഇനി കിട്ടാനില്ലല്ലോ അല്ലെ? എല്ലാരും ലിങ്ക് എടുത്തു വെച്ചല്ലേ? ഓക്കെ. ആ ലിങ്ക് എല്ലാരും ഒന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് എവിടേക്കെങ്കിലും വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ പോകത്തില്ല. അപ്പോ നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാമേ. ടേക്ക് കെയർ, ബൈ, സീ യു ഓൾ, ഗുഡ് നൈറ്റ്.